പിന്നെ മോളകത്തോട്ട് ചെന്നോ? അല്ലപ്പാ അത് ദേവു, നീ ഇന്ന് വന്നേ. നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള് വാ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ മാറി. ഇവരെന്താടാ ഇവിടെ? സത്യം പറയടാ, ഇത് നിങ്ങളുടെ കാര്യം ശരിയാവാനുള്ള പ്ലാനിങ് അല്ലേ? ഞാനതിലൊരു ഇര മാത്രല്ലേടാ പട്ടി. ഒന്ന് പോയേടി. ഞങ്ങളുടെ കാര്യം അത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ ഞങ്ങൾക്കറിയാം. ഇതൊന്നുമല്ല, അവന് നിന്നെ ഇഷ്ട. പിന്നെ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അവന് നിന്നെ ഇഷ്ടാന്ന്. ഇയാള് കരുതിക്കൂട്ടി തന്നെയാ. ഇത് നടക്കൂല. എന്നാ അവര് തമ്മിലൊന്ന് സംസാരിക്കട്ടെ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമുക്കിതൊന്ന് ഉറപ്പിക്കാം. ഉറപ്പിക്കാൻ വരട്ടെ. എനിക്കൊന്ന് ചെക്കനോട് സംസാരിക്കണം, എന്നിട്ടൊക്കെ ഉറപ്പിച്ചാ മതി. എന്നാ ചെല്ലു മോനെ, ചെന്ന് സംസാരിക്കേ. ഈശ്വര, ഇവളെന്തോ മനസ്സ് കണ്ടിട്ടുണ്ട്. മോനെ നീ തീർന്നടാ. ഒന്ന് പോടി വധൂരി, പീഡിപ്പിക്കാതെ. എടി സനനി, നമുക്ക് ഈ ഹവർ ആരാടി? എടി അമൽ സാറാണ്. അതേതാ അമല്? നമുക്ക് ഇംഗ്ലീഷ് സാറല്ലേ പുതിയതായിട്ട് വന്നത്? ഓ, അങ്ങേരുടെ പേര് അമൽ എന്നാണോ? ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ലിസൺ, ഈ വരുന്ന ഫ്രൈഡേ നമ്മുടെ ആർട്സ് ഡേ ആണ്. സോ നിങ്ങൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് പ്രിൻസിപ്പലിന്റെ ഓർഡർ ആണ്. ഇതിന്റെ ഇൻചാർജ് എനിക്കാണ്. ഇന്ന് ഇന്റർവ്യൂവിന് നിങ്ങൾ ആരൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ പേര് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തരേണ്ടതാണ്. ഓക്കെ സ്റ്റുഡൻസ്, ടേക്ക് യു ടെക്സ്റ്റ് ബുക്ക്. ഈശ്വര, മിനിച്ചേക്കണേ. എന്താ മിസ് ജയപ്രിയ, തനിക്ക് സുഖമല്ലേ? ഓ, വന്നോ കാലേ? അതെ, താൻ എന്നെ വല്ലാണ്ട് സുഖിപ്പിച്ച് കെടുത്തല്ലേ? തനിക്ക് എന്തിന്റെ കേടാടോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിക്ക് പറയാനുള്ളത് എനിക്കറിയാം. നീ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. പിന്നെ ഈ മാരേജ് പ്രപ്പോസൽ അത് വെറും ഒരു കോൺട്രാക്ട് മാത്രമാണ്. കോൺട്രാക്റ്റോ? എന്ത് കോൺട്രാക്ട്? യെസ്, നീ എന്നെ മാരേജ് ചെയ്താൽ എനിക്ക് വരാനിരിക്കുന്ന 20 കോടിയുടെ ഡീൽ സിമ്പിളായി കിട്ടും. അത് നിങ്ങൾക്കല്ലേ, എനിക്ക് നഷ്ടല്ലേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ട് പെണ്ണേ. പറയണേ. നിനക്ക് നഷ്ടമല്ല, മറിച്ച് നീ എത്ര ആഗ്രഹിച്ച സ്വപ്നം അവിടെ എത്താൻ ഞാൻ സഹായിക്കാം. ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല? ഇനി പറയില്ല കേട്ടോ, ഇത് ലാസ്റ്റാ. നിനക്ക് മോഡൽ ആകാനല്ലേ താല്പര്യം? അത് നേടാൻ ഞാൻ സഹായിക്കാം. ഈ മാരേജ് നടന്ന നിന്നെ എന്റെ കമ്പനിയിലെ മെയിൻ മോഡലാക്കാം. എന്താണ് മിസ് ദേവപ്രിയ, സമ്മതമാണോ? എന്നാ ഓക്കെ, എനിക്ക് സമ്മത. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വാക്ക് മാറാൻ നിൽക്കരുത്. വാക്ക് മാറിക്കൊണ്ട് എടുത്തിട്ട് ഞാൻ അടിക്കും. അപ്പോ കുട്ടിക്ക് പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കല്ലേ? അത് ജാതകനൊന്നും നോക്കിയതില്ല, 10 പൊരുത്തവുമുണ്ട്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പിന്നെ കുട്ടികളുടെ കാര്യമല്ലെന്ന് വിചാരിച്ചിട്ട് ഡേറ്റ് മാത്രം ഇനി ഫിക്സ് ആക്കിയാൽ മതി. അതെ, ഡേറ്റ് നമുക്കങ്ങ് ഫിക്സ് ആക്കാം. പിന്നെ ഞങ്ങൾ കൊച്ചുമോളായതുകൊണ്ട് എനിക്കുള്ളതെല്ലാം അവൾക്കാ. സ്റ്റേറ്റനോട് ഞാൻ പൊന്നു പണം ചോദിച്ചത് തന്റെ മോളാണ്. അവളെ എന്റെ മോൾക്ക് വേണ്ടി വില കൊടുത്ത് വാങ്ങുമല്ലോ. എന്റെ മോളായിട്ട് മകന്റെ ഭാര്യയായിട്ട് കൊണ്ടുപോകാനാണ്. ശരിയാടോ, എന്നാലും നമ്മൾ പറയേണ്ടത് പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഡാഡി, നമുക്കെന്നാ ഇറങ്ങിയാലോ? എന്നാ ശരി മോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ, എന്തായി? ഡേറ്റ് കിട്ടിയോ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാ. ഓക്കെ. ക്രിസ്റ്റി, ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നത്തേക്കാ കിട്ടിയത്? ഈ വരുന്ന 25-ാം തീയതി നല്ല ദിവസമാണ് ഇത്രേ. തിരുമേനി പറഞ്ഞതാ. അന്ന് 10-നും 11-നും ഇടയ്ക്ക് നല്ല മുഹൂർത്തമുണ്ട്. അതിന് അടുത്തില്ലേ? അടുത്താണെന്ന് അറിയാം. അന്ന് വിവാഹം നടന്നില്ലേ, പിന്നെ രണ്ടുപേർക്കും ഈ അടുത്തൊന്നും മംഗല്യോഗം ഇല്ലത്രേ. എന്നാ ക്രിസ്റ്റി, അന്ന് തന്നെ നടത്താം. എതിരഭിപ്രായം വേണ്ട, അന്ന് തന്നെ നടത്താം. പിള്ളേരുടെ കാര്യം. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ.
നമുക്ക് ഗുരുവായൂർ വെച്ച് താലിയിട്ട് പോരെ? ഇത് ഞാൻ പറയാൻ വന്നതാ. ഞങ്ങൾ എന്തായാലും മാരേജിന് അടുത്ത ആൾക്കാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്നാ അങ്ങനെ നടത്താം. പക്ഷേ ഒരു റിസപ്ഷൻ നടത്തണം. ഇപ്പൊ വേണ്ട, ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്.